ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് വോയിസസ് ഓഫ് വിമനിലെ വിൻറ്റേജ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ആമി ലോവലിൻ്റെ ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ പോയത്തിൻ്റെ ഒരു അനാലിസിസും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയം നോക്കാം. ഐ വിൽ മിക്സ് മീ എ ഡ്രിങ്ക് ഓഫ് സ്റ്റാർസ്. നക്ഷത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എനിക്കൊരു ഡ്രിങ്ക് നിർമ്മിക്കും എന്നാണ് സ്പീക്കർ പറയുന്നത്. ലാർജ് സ്റ്റാർസ് വിത്ത് പോളിക്രോം നീഡിൽസ്. വലിയ വലിയ നക്ഷത്രങ്ങൾ. പോളിക്രോം എന്ന് പറയുന്നതിൽ അലങ്കാരങ്ങളാണ്. വലിയ അലങ്കാരങ്ങളുള്ള നക്ഷത്രങ്ങൾ അതിനകത്ത് അവർ ഉപയോഗിക്കും. സ്മോൾ സ്റ്റാർസ് ജെറ്റിംഗ് മെറൂൺ ആൻഡ് ക്രിംസൺ. അതുകൂടാതെ ചെറിയ നക്ഷത്രങ്ങളും അവർ ഉപയോഗിക്കും. മറൂൺ ആൻഡ് ക്രിംസൺ, വ്യത്യസ്ത നിറങ്ങളിലുള്ള ചെറിയ നക്ഷത്രങ്ങളും അലങ്കാരങ്ങളുള്ള വലിയ നക്ഷത്രങ്ങളുമെല്ലാം അതിനകത്ത് അവർ ഉപയോഗിക്കും. കൂൾ ക്വയറ്റ് ഗ്രീൻ സ്റ്റാർസ്. ഇതുകൂടാതെ ഗ്രീൻ സ്റ്റാർസും അവരതിനകത്ത് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. ഐ വിൽ ടേർ ദം ഔട്ട് ഓഫ് ദ സ്കൈ ആൻഡ് സ്ക്യൂസ് ദം ഓവർ ആൻ ഓൾഡ് സിൽവർ കപ്പ്. എന്നിട്ട് അവർ പറയുന്നത് ആ നക്ഷത്രങ്ങളെ അവിടെ നിന്ന് പെറുക്കിയെടുക്കുമെന്നല്ല, ടേർ അപ്പ് എന്നാണ് പറയുന്നത്, പറിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അവിടെ നമ്മുടെ സ്പീക്കറുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഒരു വീഞ്ഞ് ഇവർ നിർമ്മിക്കുമെന്ന് പറയുന്നത്, നക്ഷത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഞ്ഞ് നിർമ്മിക്കുമെന്ന് പറയുന്നത് അവരുടെ ഫിസിക്കൽ ഡിസയറിൻ്റെ ഒരു സിമ്പലായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. എത്രമാത്രം ഇൻറ്റൻസിഫൈഡ് ആണ് അവരുടെ ഡിസയർ എന്നുള്ളതും മാത്രമല്ല, അവരുടെ ഫിസിക്കൽ ഡിസയറിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത് എന്നുണ്ടെങ്കിലും ഒരു ഡിവൈൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് അവരതിനെ പ്രതീക്ഷിക്കുന്നത് എന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് അവർ ഈ നക്ഷത്രങ്ങളെ ഈ വൈൻ നിർമ്മിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ആൻഡ് ഐ വിൽ pour the cold scone of my beloved into it, so that my drink shall be bubbled with ice. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ ഡിസയറിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അത് വെറും ഒരു ഫിസിക്കൽ ഡിസയർ അല്ല, അവർ ഡിവൈൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ നക്ഷത്രങ്ങളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വൈൻ എന്ന് അതിനെ കമ്പയർ ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് അവർക്ക് ചേർക്കാനുള്ള അവസാനത്തെ ഇൻഗ്രീഡിയൻറ്റ് അവരുടെ ബിലൗഡിൻ്റെ അല്ലെങ്കിൽ പാർട്ട്ണറുടെ കോൾഡ് സ്കോണാണ്. അതായത് ഒരു തണുപ്പൻ പ്രതികരണം മാത്രമാണ് അവർക്ക് അവരുടെ പാർട്ട്ണറിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ കൺഫ്ലിക്റ്റ് കാണുകയാണ്. നമ്മുടെ സ്പീക്കറിന് വലിയ ഡിസയർ ആണുള്ളത്, ഇൻറ്റൻസിഫൈഡ് ഡിസയർ ആണുള്ളത്. മാത്രമല്ല ഒരു ഡിവൈൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവരതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവരുടെ പാർട്ട്ണർ അവർക്ക് കൊടുക്കുന്നത് ഒരു കോൾഡ് സ്കോണാണ്, അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത തണുപ്പൻ പ്രതികരണമാണ് അവർക്ക് കൊടുക്കുന്നത്. ഇറ്റ് വിൽ ലാപ്പ് ആൻഡ് സ്ക്രാച്ച് ആസ് ഐ സ്വാലോ ഇറ്റ് ഡൗൺ. ഇനി അവർ ആ വീഞ്ഞ് കുടിക്കുമ്പോഴുള്ള അനുഭവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് ഫിസിക്കൽ സെൻസേഷൻസ് എല്ലാം അത് കുടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. സ്ക്രാച്ചിങ്ങിൻ്റെ ഒരു സെൻസേഷനെ കുറിച്ച് അവരിവിടെ പറയുന്നു. ആൻഡ് ഐ ഷാൾ ഫീൽ ഇറ്റ് ആസ് എ സെർപ്പൻ്റ് ഓഫ് ഫയർ കോയിലിംഗ് ആൻഡ് ട്വിസ്റ്റിംഗ് ഇൻ മൈ ബെല്ലി. ഇനി ആ വീഞ്ഞ് കുടിച്ചതിന് ശേഷം അവർക്കത് അനുഭവപ്പെടുന്നത് അവരുടെ വയറിനകത്ത് ഒരു സെർപ്പൻ്റ് ഓഫ് ഫയർ, ഒരു തീ കൊണ്ടുള്ള സർപ്പം ചുരുണ്ട് കിടക്കുന്നതും ഇളകുന്നതുമായിട്ടാണ്. അവരുടെ ഫിസിക്കൽ പ്ലഷറിനെയാണ് അവരവിടെ ഉദ്ദേശിക്കുന്നത്. ആ വീഞ്ഞ് കുടിക്കുക എന്നുള്ളത് അവരുടെ ഈ ഒരു ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ സിമ്പലായിട്ടാണ് അവരവിടെ പറയുന്നത്. ഹിസ് നോട്ടിങ്സ് വിൽ റൈസ് ടു മൈ ഹെഡ് ആൻഡ് ഐ ഷാൾ ബി ഹോട്ട് ആൻഡ് ലോഫുൾ. ഇനി ഈ സമയത്ത് ഇവരുടെ ബിലൗഡ് അല്ലെങ്കിൽ പാർട്ട്ണർ സ്നോർട്ട് ചെയ്യുകയായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് കൂർക്കം വലിക്കുകയായിരിക്കും. അപ്പോൾ ഇവർക്ക് നേരത്തെ പറഞ്ഞു ഈ പാർട്ട്ണറിന് ഒരു കോൾഡ് അപ്രോച്ച് ആണുള്ളത് എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഫോർഗെറ്റിംഗ് ദാറ്റ് ഐ ഹാവ് എവർ നോൺ എ വുമൺ. ഇനി ഈ സമയത്ത് ഇവരൊരു ഡിസയറിനെ കുറിച്ച് പറയുന്നത് ഇവർക്ക് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നോവിങ് എ വുമൺ എന്ന് പറയുന്നത്. ആ കാര്യങ്ങളെല്ലാം ഇവർ മറക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവരുടെ ഡിസയർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കേവലം ഫിസിക്കൽ ആയിട്ടുള്ള ഡിസയർ അല്ല, അതൊരു ഡിവൈൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് അവരതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് അവർ ഈ സ്റ്റാർ കൊണ്ടുള്ള ഒരു വീഞ്ഞ് നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നത്. പക്ഷേ അതിനോട് അവരുടെ പാർട്ട്ണർക്ക് കോൾഡ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് അവർ ഈ പോയത്തിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഇസ് എ പോയറ്റ് മിക്സ് ഇൻ ഹെർ ഡ്രിങ്ക്സ്? ഇനി ഇവരുടെ ഡ്രിങ്ക്സിനകത്ത് ഇവർ എന്താണ് മിക്സ് ചെയ്യുന്നത്?
The poet mixes stars in her drinks, symbolizing a desire to create something extraordinary and intoxicating. അവരുടെ ഡ്രിങ്ക്സിനകത്ത് അവർ നക്ഷത്രങ്ങളെയാണ് മിക്സ് ചെയ്യുന്നത്. അത് അവരുടെ ഈ എക്സ്ട്രോർഡിനറി ആയിട്ട് ഡിസയറിന്റെ സിമ്പിളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാട്ട് ആർ ദ കൈൻഡ് ഓഫ് സ്റ്റാർസ് ദ പോയിന്റ് ഡിനോട്ട് ഇൻ ദ പോയം? ഇനി ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാറുകളെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്? ദ പോയിന്റ് ഡിനോട്ട്സ് ലാർജ് സ്റ്റാർസ് വിത്ത് പോളിക്രോം നീഡിൽസ്, വലിയ അലങ്കാരങ്ങളുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്മോൾ സ്റ്റാർസ് ജെറ്റിംഗ് മെറൂൺ ആൻഡ് ക്രിംസൺ, ഇനി വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകളുള്ള ചെറിയ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് കൂൾ ക്വയറ്റ് ഗ്രീൻ സ്റ്റാർസ് ഇൻ ദ പോയം, കൂടാതെ കൂൾ ക്വയറ്റ് ആയിട്ടുള്ള ഗ്രീൻ സ്റ്റാർസിനെ കുറിച്ചും അവർ പറയുന്നുണ്ട്. ഹൗ ഡസ് എ പോയറ്റ് ഫീൽ വെൻ ഷീ സ്വാലോസ് ഡൗൺ ദ ഡ്രിങ്ക്? ഇനി ആ വീഞ്ഞ് കുടിക്കുന്ന സമയത്ത് അവരെങ്ങനെ ഫീൽ ചെയ്യുമെന്നാണ് പറയുന്നത്. When the poet swallows down the drink, she feels the sensation of a serpent of fire coiling and twisting in her belly. അവളുടെ വയറിനകത്ത് ഒരു സെർപ്പന്റ് ഓഫ് ഫയർ, തീ കൊണ്ടുള്ള ഒരു സർപ്പം ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്നതും ഇളകുന്നതുമായിട്ടും അവർക്ക് അനുഭവപ്പെടുന്നതായിട്ടാണ് അവർ പറയുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ്, അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, മീനിങ് ഓഫ് മിക്സിംഗ് എ ഡ്രിങ്ക് ഓഫ് സ്റ്റാർസ്. ഈ സ്റ്റാർസ് മിക്സ് ചെയ്തുകൊണ്ടുള്ള വൈൻ നിർമ്മിക്കുന്നതിൻ്റെ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റെപ്രസെൻറ്റ്സ് എ ഡിസയർ ടു ക്രിയേറ്റ് സംതിങ് എക്സ്ട്രോർഡിനറി ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ്. അവരുടെ ഒരു ഡിസയറാണ്, അതായത് എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസയറിനെയാണ് ഈ സ്റ്റാർസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വൈൻ എന്തുകൊണ്ട് നമുക്കവിടെ മനസ്സിലാക്കാവുന്നത്. സിംബലൈസസ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്പീക്കേഴ്സ് ഇമോഷൻസ്, കൂടാതെ അവരുടെ ഇമോഷൻസ് എത്രമാത്രം ഇൻറ്റൻസിഫൈഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ കൂടിയാണ് ഈ സ്റ്റാർസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വൈൻ കൊണ്ട് നമുക്ക് കാണാവുന്നത്. റിഫ്ലെക്ട്സ് എ ലോങ്ങിങ് ഫോർ എ ഡീപ്പർ മോർ മീനിങ് കണക്ഷൻ വിത്ത് ദ ബിലൗഡ് ട്രാൻസെൻഡിങ് ഏർത്ത്ലി ലിമിറ്റേഷൻസ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, ഈ ഏർത്ത്ലി ലിമിറ്റേഷൻസ് ഇല്ലാത്ത ഡിവൈൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ബിലൗഡ് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് അത്തരത്തിലൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഡീപ്പർ ആയിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ഡിസയർ ആണ് അവർക്കുള്ളത്. അതിൻ്റെ ഒരു സിമ്പിളായിട്ട് കൂടിയാണ് ഈ സ്റ്റാർസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വൈൻ എന്നതിൽ നമുക്ക് കാണാവുന്നത്. അടുത്ത ചോദ്യം, ഡിസ്കംഫർട്ട് വിത്ത് ദ ബിലൗഡ്. ഇനി പോയത്തിനകത്ത് അവരുടെ ബിലൗഡ് അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് അവർക്കൊരു ഡിസ്കംഫർട്ട് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. The discomfort stems from the perceived coldness and indifference of the beloved. നമ്മൾ പറയുണ്ടായി, ഇവർ ഈ വീഞ്ഞുണ്ടാക്കിയതിന് ശേഷം അതിൽ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അവർ കൊടുക്കുന്നത് ഈ പാർട്ട്ണറുടെ കോൾഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ആ രീതിയിൽ അവരുടെ ഡിസ്കംഫർട്ട് വരുന്നത് ഈ പാർട്ട്ണറുടെ കോൾഡ് ആൻഡ് ഇൻഡിഫറൻസ് ആയിട്ടുള്ള അപ്രോച്ചിൽ നിന്നാണ്. ഇൻഡിക്കേറ്റ്സ് എ സെൻസ് ഓഫ് റിജക്ഷൻ ഓർ അൺറെസിപ്രോക്കേറ്റഡ് ഫീലിംഗ്സ് ലീഡിങ് ടു ഇമോഷണൽ പെയിൻ ആൻഡ് ടെർമോയിൽ. അപ്പോൾ അതുമൂലം ഉണ്ടാവുന്ന ഈ റിജക്ഷൻ, അതല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് അവരുടെ പാർട്ട്ണറിന് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല എന്നതിൽ നിന്നുണ്ടാവുന്ന അവർക്ക് ഫിസിക്കലായിട്ടും ഇമോഷണലായിട്ടും ഉണ്ടാവുന്ന പെയിൻ ആണ് അവർക്ക് ഈ ബിലൗഡിൽ നിന്നുള്ള മറ്റൊരു ഡിസ്കംഫർട്ടായിട്ട് വരുന്നത്. ദ മെറ്റഫർ ഓഫ് ദ സെർപ്പന്റ് ഓഫ് ഫയർ ഓൾസോ ഇൻഡിക്കേറ്റ്സ് എ ഫിസിക്കൽ സെൻസേഷൻ ഈസ് നോട്ട് ടു ഹെർ ലൈക്കിംഗ്. ഇനി മറ്റൊന്ന്, ഇവരുടെ ഈ വീഞ്ഞ് കുടിക്കുന്ന സമയത്തുള്ള ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. സെർപ്പന്റ് ഓഫ് ഫയർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സെൻസേഷൻ ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഈ രീതിയിൽ ഇവരുടെ ഒരു ഡിസയർ അൺഫുൾഫിൽഡ് ആണ് എന്നുള്ളതാണ് ഇവരുടെ ബിലൗഡുമായിട്ട് ഇവർക്കുണ്ടാവുന്ന ഡിസ്കംഫർട്ട്. ഇനി ഇതിലെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, റിലേറ്റിംഗ് വിൻറ്റേജ് ടു സെക്ഷുവൽ പ്ലഷർ. വിൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഈ വൈൻ നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പോയത്തിനകത്ത് അതിനെ സെക്ഷുവൽ പ്ലഷറുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ചോദ്യം. ദ പോയിന്റ് യൂസസ് വിവിഡ് സെൻഷ്വൽ ഇമേജറി ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് വിൻറ്റേജ് സിമിലർ ടു ദ എക്സ്പീരിയൻസ് ഓഫ് സെക്ഷുവൽ പ്ലഷർ. അപ്പോൾ ഒന്ന് ഇതിനകത്തുള്ള ഇമേജറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റാർ കൊണ്ട് വൈൻ നിർമ്മിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ സെൻസേഷൻ, ഈ വൈൻ കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഈ സർപ്പൻറ്റിൻ്റെ ഇമേജറിയൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഈ സെക്ഷൽ പ്രഷറുമായിട്ട് എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയാവുന്നതാണ്. ദി ആക്ട് ഓഫ് മിക്സിംഗ് ദ ഡ്രിങ്ക് ഈസ് പോർട്രേഡ് ആസ് ഇൻറ്റൻസ് ആൻഡ് പാഷനേറ്റ്, റിഫ്ലക്റ്റിംഗ് ദി ഇൻറ്റൻസിറ്റി ഓഫ് സെക്ഷൽ ഡിസയർ. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു വൈൻ നിർമ്മിക്കുന്ന ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പറയുകയുണ്ടായി, അവർ ഈ സ്റ്റാർസിനെ അവിടെ നിന്ന് ടിയർ അപ്പ് എന്നാണ് പറയുന്നത്. അതിനെ അവിടെ നിന്ന് പെറുക്കിയെടുക്കുകയല്ല ചെയ്യുന്നത്, പറിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. ഒരു ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്നുള്ള രീതിയിലാണ് അവരിത് അവതരിപ്പിക്കുന്നത്. അതും നമുക്ക് ഈ സെക്ഷൽ എക്സ്പീരിയൻസ് ആയിട്ട് അതുപോലെ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്.
The physical sensations described when drinking the mix, such as feeling it lap and scratch, and the sensation of a serpent of fire in the belly, evoke the physicality of a sexual pleasure. കൂടാതെ ഈ വീഞ്ഞുമായിട്ട് വരുന്ന അടുത്ത മെറ്റഫേഴ്സ് അവർ ഈ സെർപ്പൻ്റ് ഓഫ് ഫയർ എന്ന് പറയുന്നുണ്ട്. കൂടാതെ അവരുടെ ഫിസിക്കൽ സെൻസേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് അവർ ഈ വൈൻ ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത്. ഈ കാര്യങ്ങളും നമുക്ക് ഇതൊരു സെക്ഷൽ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റഫറായിട്ടാണ് ഈ വിൻറ്റേജ് അല്ലെങ്കിൽ വൈൻ നിർമ്മിക്കുന്നതിനെ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പറയാവുന്നതാണ്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിൻറ്റേജ് ആസ് എ പോയം അബൌട്ട് ഫിസിക്കൽ ഡിസൈർസ്. ഇനി ഈ പോയം ഫിസിക്കൽ ഡിസയറിനെ കുറിച്ചിട്ടുള്ളൊരു പോയമാണെന്നുള്ള രീതിയിൽ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നേരത്തെ ക്വസ്റ്റ്യനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ പോയം എക്സ്പ്ലോർസ് ദ തീം ഓഫ് ഫിസിക്കൽ ഡിസയേഴ്സ് ത്രൂ ഇറ്റ്സ് സെൻഷ്യൽ ഇമേജറി ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. അപ്പോൾ ഫിസിക്കൽ ഡിസയർ എന്നത് തന്നെയാണ് അത് തീമായിട്ട് വരുന്നത്. അത് ഇതിലെ ഇമേജറിയിലൂടെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറയേണ്ടായി ഈ വൈൻ നിർമ്മിക്കുന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻസും അതുപോലെ തന്നെ അത് സ്വാലോ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെല്ലാം ഫിസിക്കൽ ഡിസയറുമായിട്ട് കണക്റ്റഡ് ആണ്. ദ ഫോക്കസ് ഓൺ ദ ഫിസിക്കൽ സെൻസേഷൻസ് എക്സ്പീരിയൻസ്ഡ് വൈൽ ഡ്രിങ്കിങ് ദ മിക്സ് സജസ്റ്റ് എ ഡീപ്പ് ലോങ്ങിങ് ഫോർ ഫിസിക്കൽ ഗ്രാറ്റിഫിക്കേഷൻ. കൂടാതെ ആ വൈൻ അവർ ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന സെൻസേഷനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അതും ഒരു ഫിസിക്കൽ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ലോങ്ങിങ് എന്നുള്ള രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ദ യൂസ് ഓഫ് ഇമേജറി റിലേറ്റഡ് ടു ഹീറ്റ് ആൻഡ് ഫയർ conveys a sense of passion and intensity often associated with the physical desires. കൂടാതെ ഇതിനകത്ത് വരുന്ന ഇമേജറി, പ്രത്യേകിച്ചും ഈ സെർപ്പൻ്റ് ഓഫ് ഫയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമേജസ് ആണ്. ആ രീതിയിൽ ഈ പോയം ഒരു ഫിസിക്കൽ ഡിസയർ തീമായിട്ട് വരുന്ന പോയമാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയത്തിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.